ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സോപ്പുകളെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ. എനിക്ക് റാപ്പ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഓർഡർ പോകാനുള്ള ഒരു 15 സോപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് റാപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് കണ്ടേക്കാം. റാപ്പ് ചെയ്യുന്ന മാത്രമല്ല കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇതിന് നമുക്ക് ഹോം മെയ്ഡായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റിയൊരു വലിയ ഭയങ്കര മുതൽ മുടക്കുള്ളതല്ല, ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കവറിങ്ങും പാക്കിങ്ങോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു ഇത്രയും വലിപ്പമുള്ള ഒരു കഷ്ണമുള്ള ഒരു റാപ്പിംഗ് പേപ്പർ നമ്മളെടുത്തു. അതിനകത്തേക്ക് നമ്മുടെ ആദ്യത്തെ സോപ്പ് വെക്കുക. റെഡ് വൈൻ സോപ്പാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ആദ്യം വെക്കുകയാണ്. ഇതിനെ നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഫസ്റ്റ്ലി നന്നായിട്ട് സൈഡിലേക്ക് വലിച്ചു കൊടുക്കുന്നു. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വലിച്ചു കൊടുക്കാം, ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും കേട്ടോ. ഇങ്ങനെ സൈഡിൽ നിന്ന് വലിച്ചു കൊടുക്കുന്നു. എനിക്കിതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ ചുരുങ്ങിയൊക്കെ ഇരിക്കുന്ന ഭാഗം നമ്മളിങ്ങനെ വിടർത്തി പിടിക്കണം. നല്ല രീതിയിൽ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരൂടെ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ എവിടെയോ വെച്ചതിൻ്റെ ഒരു ചെറിയ പശു കൊണ്ട് അങ്ങനെ പറ്റിയതാണ്. അപ്പം ഇതുണ്ടോ, റാപ്പിംഗ് പേപ്പർ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ഇതൊരു ചെറിയ മിസ്സിങ് ആയിപ്പോയി. ഇത് നന്നായിട്ട് പൊതിഞ്ഞ അത്ര സെറ്റായിട്ടില്ല. അടുത്ത പൊതിഞ്ഞ് നിങ്ങൾ നന്നായിട്ട് കാണിക്കാം കേട്ടോ. അപ്പം സെക്കൻഡ് നമ്മൾ അടുത്ത റാപ്പിംഗ് പേപ്പർ എടുക്കുകയാണ്. ഇതാണ് റാപ്പിംഗ് പേപ്പർ. ഇതൊരു 6 ഇഞ്ചിൻ്റെ പേപ്പറാണ് കേട്ടോ. ഇത് 6 ഇഞ്ചിൻ്റെ നമ്മൾ വാങ്ങുവാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ മുറിച്ച് എടുത്തുകൊണ്ടിരിക്കാൻ പാടാണ്. അപ്പോൾ വലിയ റാപ്പിംഗ് ആണെങ്കിൽ നമ്മളത് 2-3 കഷ്ണമാക്കി മുറിക്കണം. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സോപ്പ് പൊതിയാനുള്ള അളവാണ് 6 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ചിൻ്റെയൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. അപ്പോൾ അത് നോക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത സോപ്പ് വെച്ചു, നന്നായിട്ടൊന്ന് പൊതിഞ്ഞു. ഒന്ന് കോണോട് കോണൊന്ന് മടക്കി കൊടുത്തു. ഇവിടെ കറക്റ്റാണോ നോക്കി, ഇച്ചിരി കൂടെ കറക്റ്റ് ആവാനുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. 2 സൈഡിൽ നിന്ന് എവിടെയാണോ പൊങ്ങി നിൽക്കുന്നത് അതെങ്ങനെ നന്നായിട്ട് വലിച്ച് ബാക്കിലേക്ക് കൊടുക്കുക. പൊട്ടിപ്പോതിരിക്കാൻ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. നല്ല കോൺസെൻട്രേഷൻ വേണം കേട്ടോ. നല്ല വൃത്തിയുള്ള റാപ്പിംഗ് പറ്റുള്ളൂ. കണ്ടോ, ഈ റാപ്പിങ്ങിന് നമ്മൾ പേപ്പർ നന്നായിട്ട് വലിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടുന്നുണ്ട്. പക്ഷെ അതിവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലൊരു ഒരു പേപ്പർ ഇങ്ങനെ ഒട്ടിക്കുന്ന പേപ്പർ ഇങ്ങനെ ഒട്ടിക്കുവാണെങ്കിൽ നമ്മുടെ സെല്ലോ ടേപ്പ് പോലത്തെ വലിപ്പമുള്ളതുണ്ടല്ലോ, അതിൻ്റെ സെല്ലോ ടേപ്പ് മോഡൽ വീതിയുള്ള വെള്ള കളർ ഉള്ളതുണ്ട്. അതായത് ഈ കവറിൻ്റെ തന്നെ കളർ അതാണെങ്കിൽ ഒട്ടിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ സെറ്റായിട്ട് ഇരിക്കുന്നത് കേട്ടോ, അങ്ങനെ അഴിഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ നമ്മൾ വേറെ പാക്കിങ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ അടിയിൽ ഒട്ടിക്കുന്നില്ലേ. അപ്പം നമ്മുടെ സോപ്പുകൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത റാപ്പിങ് എൻ്റെ ഈ ഇത് തീരാറായപ്പോഴത്തേന് ഞാൻ ഉടനോടെ ഓർഡർ ചെയ്ത് ഇവിടെ വരുത്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ലാഭമുണ്ട് ഇങ്ങനത്തെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അടുത്ത സോപ്പ് റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ ഇതിന് ഒരു കവർ സെറ്റ് ചെയ്യുന്നതോടെ കാണിച്ചു തരാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള സോപ്പുകൾക്ക് കവർ കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്നതിന് നമുക്ക് 1000 പീസിന് നമുക്ക് ഏതാണ്ട് 5000 രൂപയോളം മുടക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഡിസൈൻ ചെയ്ത് അതെടുത്ത് നമുക്ക് 1000 പീസ് നമുക്ക് വീട്ടിലെത്തിക്കുന്നതിന് അത്ര റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമ്മുടെ റാപ്പിങ് സെറ്റായി കേട്ടോ. കണ്ടോ, ഈ സോപ്പേ കണ്ടോ, നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഭയങ്കര വലിക്കുകയും ചെയ്യരുത്. ഒരു മയത്തിൽ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് വലിച്ചു വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒക്കാത്തരം അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. കണ്ടോ, ഈ ഒരു റാപ്പിംഗ് ആണ് കറക്റ്റ് റാപ്പിംഗ് ആയത്. ഓക്കെ. അപ്പം ഏത് വലിയ ആൾക്കാർക്കും തെറ്റ് പറ്റും കേട്ടോ. അതുകൊണ്ട് ആദ്യത്തേത് നിങ്ങൾ കണക്കാക്കണ്ട. അപ്പോൾ നമ്മുടെ റാപ്പിംഗ് ഇതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫൈനായിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് എല്ലാ സോപ്പുകളും നമ്മൾ റാപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിനി നിങ്ങളെ ഇതിനൊരു കവർ സെറ്റ് ചെയ്യുന്നതോട് കാണിച്ചു തരാം. എനിക്ക് എൻ്റെ സോപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതേക്കൂട്ട് ഒരു സ്റ്റിക്കർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ടൈപ്പിലാണ് നമ്മുടെ സ്റ്റിക്കർ ഇരിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിക്കാൻ പാകത്തിനുള്ള ഒരു കവറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ A4 സൈസിൻ്റെ കളർഫുള്ളായിട്ടുള്ള കുറേ ഷീറ്റ്സുകൾ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്, ഒത്തിരി പൈസ മുടക്കം ആവത്തില്ല. അപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും നമുക്കിതുകൊണ്ട്. അപ്പം ഇതാണ് A4 ഷീറ്റിൻ്റെ ഒരു സാധാ ഒരു A4 ഷീറ്റ് പോലെ തന്നെ ഇരിക്കും. ഭയങ്കര കട്ടിയൊന്നുമില്ല. കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പറാണെങ്കിൽ നല്ലതായിരിക്കും ഈ പാക്കിങ്ങിന് കേട്ടോ. അപ്പം ഞാൻ മേടിച്ചത് A4 ഷീറ്റ് ഇതിങ്ങനെയാണ്. അപ്പോൾ ഇതിനായിട്ട് ഇതിലേക്ക് നമ്മൾ ഇതിനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനൊരു ആദ്യം മടക്കുക. രണ്ടാമത് നമ്മൾ അതിൻ്റെ ഏകദേശം നമ്മുടെ സോപ്പിൻ്റെ ഒരു അളവ് നമുക്കറിയാമല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇതിപ്പം കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ച് 2 സൈഡും സെയിം അളവിൽ മടക്കിയാൽ മതിയാവേ. എന്നിട്ട് നമ്മൾ ഈ 2 സൈഡൂടെ ഒന്നിച്ചിങ്ങനെ സെയിം സെറ്റപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടിങ്ങനെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സോപ്പ് കയറുകയും വേണം, എന്നാൽ അളവ് തെറ്റിപ്പോകാനും പാടില്ല. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ സോപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് നോക്കാം നിങ്ങളുടെ സോപ്പിനകത്ത് കയറുമെന്ന്. അപ്പം നമ്മുടെ സോപ്പ് ഇങ്ങനെയാണല്ലോ നമ്മൾ വെക്കുക, അപ്പം ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് കയറും. അപ്പോൾ ഒരു ശകലവും കൂടെ വേണമെങ്കിൽ അയച്ചിടാം, നിങ്ങൾക്ക് താല്പര്യമുള്ള അളവിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ സോപ്പ് കിടന്നിങ്ങനെ കവറിനകത്ത് കിടന്ന് ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം അടുപ്പിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കവർ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇനി ഈ 2 സൈഡും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പശ വെച്ചിട്ട് 2 സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോൾഡ് റോസ് സോപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ റെഡ് വൈൻ സോപ്പ്. ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്കൊന്ന് ജസ്റ്റ് മാറ്റി വെക്കുവാണ്. നിങ്ങളുടെ റാപ്പിങ് ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കവറിങ്. അപ്പം കവറിങ്ങിന് നമുക്ക് വേണ്ട ഇങ്ങനെ ഒരു പാത്രവും ഇങ്ങനെ ഒരു പശയും ഒട്ടിക്കുന്നൊരു പശയും പിന്നെ നമുക്ക് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കർ, അങ്ങനെ പല സാധനങ്ങളുള്ളൂ. പിന്നെ ഒരു ടാങ്ക്യൂൻ്റെ ഒരു കാർഡും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്ക്യൂൻ്റെ കാർഡ് ഇത് നമ്മൾ അതിൽ വെക്കുന്നതാണ് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, അതെന്ന് വെച്ചാൽ ഹോം മെയ്ഡാണ്, നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് സോപ്പിൻ്റെ കവറും ചെയ്യാം എന്ന് നമുക്ക് മറ്റൊരാളെ കാണിച്ചു കൊടുക്കാനും പിന്നെ ഒത്തിരി പൈസ ആവാതെ നമുക്ക് സോപ്പ് നല്ല രീതിയിൽ വിൽക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അങ്ങനെ ആരും തന്നെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, സ്വന്തമായിട്ട് പാക്കിങ്ങും കവറിങ്ങും ഒന്നും. ഇതൊക്കെ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്, കണ്ടുപിടിക്കുന്ന കേട്ടോ പുതിയ പുതിയ പരിപാടികൾ. എങ്ങനെയാണ് ചിലവ് കുറച്ച് നമുക്കൊരു സോപ്പ് വിൽക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ മെയിൻ തെളിവാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും നമുക്ക് സാധനം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ള പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ സോപ്പിന് നിൽക്കാൻ വേണ്ട ഒരു സ്ഥലം നമുക്ക് ഏകദേശം അറിയാം. അപ്പോൾ അതിനുള്ള ഒരു അളവെടുത്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പം അധികം വലിപ്പം വേണ്ട. അപ്പോൾ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ചെറിയ കോണിപ്പ് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കറക്റ്റാക്കാം. കറക്റ്റാക്കി കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇനി ചെയ്യാനുള്ളത് പാത്രം ഇങ്ങനെ വെക്കാം. പാത്രം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിന് പറയുന്നത് പില്ലോ മോഡൽ സോപ്പ് കവറാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, പില്ലോ ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് 2 സൈഡും ഒന്ന് വരച്ചു കൊടുക്കാം, നന്നായിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ വരച്ച അതിലേക്കൂടെ തന്നെ നമ്മുടെ കത്രിക വെച്ചിട്ട് നന്നായിട്ട് വെട്ടിക്കൊടുക്കാം. അതേ സെയിം അളവിൽ തന്നെ വെട്ടിക്കൊടുക്കാം കേട്ടോ, കയറ്റി ഇറക്കാതെ. അപ്പം അത്ര സെറ്റായി. ഇനി ഇപ്പുറ സൈഡിലൂടെ നമ്മൾ നല്ല രീതിയിൽ അങ്ങനെ വെട്ടിക്കൊടുക്കുക, കത്രിക വെച്ചിട്ട് വെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ബാക്കി പരിപാടികൾ കാണിച്ചു തരാതെ ഇനി നമ്മൾ അടുത്ത പരിപാടി ചെയ്യുന്നതെന്നു വെച്ചാൽ നമുക്ക് ഈ അറ്റത്തും എത്തിച്ചേരാവുന്ന പോലെ ഒരു വളയം ഇത് വെച്ച് തന്നെ, അതായത് ഈ ഏത് നമ്മൾ പാത്രമാണോ നമ്മൾ വളയം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ആ പാത്രം വെച്ച് തന്നെ ഇതിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. മനസ്സിലായോ? കണ്ടോ? അപ്പം ഇതും ഈ സൈഡും അങ്ങനെ തന്നെ. അധികം ഇട പോവുകയും ചെയ്തത് നമ്മുടെ സോപ്പ് കയറുകയും വേണം, എന്നാൽ നമുക്കത് അളവ് കറക്റ്റായിരിക്കും. മനസ്സിലായോ? അപ്പം ഇത് ശരിക്കും പെൻസിൽ വെച്ച് വരയ്ക്കണമെന്നില്ല. പെൻസിൽ വെച്ച് വരയ്ക്കുന്നതിൽ നല്ലത് നമ്മുടെ ഇങ്ങനെ എന്തെങ്കിലും കൂർത്തൊരു മോനെയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്, കൂർത്തുമന തന്നെ ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുന്ന എഡ്ജായിരിക്കരുത്. അപ്പം ഇതിങ്ങനെ വെക്കുക, എന്നിട്ട് ഇതേ കൂടെ നമ്മളിതൊന്ന് അമർത്തി കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പം നല്ല രീതിയിൽ അതിനൊരു നമുക്ക് പെട്ടെന്ന് മടക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമുക്കത് ആയി കിട്ടും. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. 2 സൈഡും അങ്ങനെ വെക്കുക. അപ്പം ഇത് കണ്ടോ, കവർ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് സോപ്പ് വേണേൽ ഇതിനെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം, കയറ്റാതെ ആയാലും നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ കയറ്റിയിട്ട് ചെയ്ത് നോക്കുവാണ് കേട്ടോ. കയറ്റിയിട്ട് വേണമല്ലോ നമ്മുടെ കവർ അടച്ചു കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കവറിൻ്റെ ഒരു സെറ്റപ്പ് കിട്ടുക. കണ്ടോ, നമ്മൾ ആ ഒരു ഇത് ലൈൻ ഇട്ട് കൊടുത്തത് കൊണ്ട് മടക്കാനും വലിയ പാട് വരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ചേച്ചിമാരാണെങ്കിൽ ഒത്തിരി സമയം കളയണ്ട. നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് കവറുകൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ സോപ്പിൻ്റെ അളവ് ഏകദേശം എല്ലാം ഇപ്പോഴും ഒന്നായിരിക്കും. ഒരേ മോഡുകൾ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മൾ സോപ്പിൻ്റെ കവർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സോപ്പിൻ്റെ കവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെറിയ ചളുക്കമൊക്കെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ A4 പേപ്പറിന് കട്ടി കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ. നല്ല കട്ടിയുള്ള പേപ്പർ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല ഭംഗിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാനത് നല്ല ഭംഗിയുള്ളൊരു കവർ മേടിക്കണം, കവറുകൾ മേടിച്ചിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ പൈസ നല്ല രീതിയിലാവുന്ന ഒരു സമയത്ത് നന്നായിട്ട് നല്ല ഇതേക്കൂട്ട് കവറിങ്ങോടുകൂടിയൊക്കെ ഇറക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്കിൻ പാരഡൈസിൻ്റെ സോപ്പിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ വള്ളികളാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ട് വള്ളി നമ്മൾ ഇഷ്ടമുള്ള കളർ നമുക്ക് കണ്ടിച്ച് കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനെ റൗണ്ട് ചെയ്ത് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടികൾ കാണാം. അത്യാവശ്യം നീളം വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് കെട്ടാക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ മറയുകയേ ഇല്ല, എന്നാൽ നല്ല വൃത്തിക്ക് കാണാനും പറ്റും. അങ്ങനെ ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് മുറുക്കിയിട്ട് കെട്ടിക്കഴിഞ്ഞ് നന്നായിട്ട് മുറുക്കി കൊടുക്കുക. സൈഡിൽ കൊണ്ടുവന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് മുറുക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോപ്പ് പെട്ടിക്ക് മണ്ടയിൽ വേറെ ഒട്ടിയിലും പെറുക്കൊന്നും വേണ്ടതാനും അഴിഞ്ഞു പോവുകയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റാപ്പിങ്. അങ്ങനെ അപ്പോൾ ഇത് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ തുമ്പൊന്ന് വലിച്ചു കിട്ടണം. എന്നാന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഒരു സാധനം ഇവിടെ തൂക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ താങ്ക് യു കാർഡാണ് അടുത്തായിട്ട് നമ്മൾ തൂക്കുന്നത്. അതിനായിട്ട് നമ്മുടെ താങ്ക് യു കാർഡ് ഒരു 10-100 എണ്ണം വരുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നോർമലി അതിലൊരു ഹോളില്ല. അപ്പോൾ നമ്മളൊരു ഹോൾ ഇടണം. ഹോൾ ഇട്ട ശേഷം ആ വള്ളിയുടെ അറ്റത്ത് നമ്മളിത് കെട്ടി ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൈക്കിങ്. ഈ ഒരു മോഡലിലാണ് നമ്മളിപ്പോൾ കടയിൽ കൊണ്ട് വെക്കുന്നത്. ഇതാകുമ്പോൾ നമുക്കധികം റേറ്റ് ആവുന്നില്ല. പിന്നെ സമയനഷ്ടം ഉണ്ട് കേട്ടോ. സമയനഷ്ടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കാരണം ഓരോന്നിനും അളവെടുത്ത് നമ്മൾ ഓരോന്ന് ചെയ്യണമല്ലോ, അതുകൊണ്ടുള്ളൊരു സമയനഷ്ടമുണ്ട്. പിന്നെ ഇതിനൊക്കെ പോംവഴികളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു മോഡൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് അടുത്തടുത്ത് ചെയ്യാൻ പറ്റും. അപ്പം അയ്യോ, താങ്ക് യു കാർഡിന് ഒരു കീറൽ വന്നു കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ പറ്റിയതാണ്. കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കാര്യമായ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിലൊന്ന് കെട്ടിക്കൊടുത്തു. ഇനി കുറച്ചുകൂടെ വൃത്തിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. എത്രയും വൃത്തിക്ക് ചെയ്യാമോ അത്രയും വൃത്തിക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു ശകല അയവ് വന്നു ഈ കെട്ടിന്. നമ്മൾ അയച്ച് ഇത് ചെയ്ത് വന്നപ്പോഴത്തേനും ഒരു ചെറിയ അയവ് വന്നു. നമുക്കത് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാവേ. ഇല്ലെങ്കിൽ പിന്നെ അത് അഴിഞ്ഞു പോയി കഴിഞ്ഞാലേ നമുക്കത് ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നു. നന്നായിട്ട് മുറുക്കി കിട്ടുന്നു. ഇനി അഴിക്കാതെ ഇരിക്കാൻ പാകത്തിന് നമ്മൾ മറ്റത്തിൽ താങ്ക് യു കാർഡ് എങ്ങനെയും തൂക്കിയിടുക. അപ്പോൾ താങ്ക് യു കാർഡിൽ ഒരെണ്ണത്തിൻ്റെ സൈഡിൽ വെച്ച് കയറ്റി തുളയിട്ടാൽ മതി. അപ്പോൾ ഇത്രയും ഉള്ളിലേക്ക് കയറി തുളഞ്ഞ് പോകത്തില്ല. ഇതിലിങ്ങനെ തന്നെ കടയിൽ തുളയിടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഉപകരണങ്ങൾ കിട്ടാനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാം കൂടെ മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒത്തിരി പൈസയൊന്നും കളയാതെ എന്നാൽ നമുക്ക് നമ്മുടെ സാധനം ഇച്ചിരി മോഡേൺ ലുക്കിൽ ഇറക്കുകയും വേണം. അപ്പോൾ ആ രണ്ട് ഉദ്ദേശമായിരുന്നു ഇതിൽ പുറകിൽ. ഏകദേശം അത്യാവശ്യം സക്സസ് ആയി ഓടുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ലാതെ. എന്നാൽ ഭയങ്കര ഓർഡറൊന്നല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനം വിറ്റ് പോകുന്നുണ്ട്. നമ്മളിവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പം എല്ലാവരും ഇങ്ങനൊരു പാക്കിങ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. ഇവിടെയൊക്കെ കുറച്ചുകൂടി നല്ല ഭംഗിക്ക് വരും കേട്ടോ. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ പോരായ്മകളൊക്കെയാണ് ഈ കാണുന്നത്. കവർ ഇതുണ്ടോ, ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ടോ, ഇനിയിപ്പോൾ കവറിങ് ഇല്ലെന്ന് പറഞ്ഞ് ആരും നമ്മുടെ സാധനം എടുക്കാതിരിക്കില്ല. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കടകളിൽ കൊണ്ടുവച്ച് നോക്കി, ഉറപ്പായിട്ട് സാധനം പോകും. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ സോപ്പ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.